ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അംബർല സ്ലീവ്സ് അല്ലെങ്കിൽ ബാറ്റ് സ്ലീവ്സ്, ഈ ഒരു സ്ലീവ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നോർമൽ സ്ലീവ്സിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ലീവാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ലീവാണ്. നോർമലി നമ്മൾ സ്ലീവ്സിന് വേണ്ടി കട്ട് ചെയ്തെടുക്കൂലേ, അതുപോലെ ഒന്നുമല്ല കേട്ടോ ഇതിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഞാനൊരു ക്ലോത്തിനെ രണ്ടായിട്ട് മടക്കിയിട്ട് ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മുടെ സൈഡിലേക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ മെഷർ ചെയ്തെടുക്കുന്നത്. സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട് ഞാനിവിടെ 12 ഇഞ്ചസാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എനിക്കിവിടെ 10 ഇഞ്ചാണ് സ്ലീവ്സിന് വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് ഈ ഒരു 12 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണോ അംബർല കട്ട് ചെയ്തെടുക്കുന്നത് ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഞാനിത് മെഷർ ചെയ്തെടുക്കുന്നത്. ആ ഒരു കോർണർ ഭാഗത്ത് വെച്ചിട്ടാണ് ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ടോട്ടൽ 4 പീസസാണ് കേട്ടോ ഈ ഒരു ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് സ്ലീവ്സിൻ്റെ ലെങ്ത്തായിട്ട് 10 ഇഞ്ചസാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസിനും കൂട്ടിയിട്ട് ഇങ്ങനെ 12 ഇഞ്ചസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ടുള്ളത് ഫെൻഡി സിൽക്ക് ഫാബ്രിക്കാണ് കേട്ടോ. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്രേപ്പ് മെറ്റീരിയലാണ്. എല്ലാം ഞാൻ ഈ ഒരു 12 ഇഞ്ചിൽ ഇതുപോലെ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്ലീവ്സിൻ്റെ എഡ്ജിലായിട്ട് ഞാൻ സ്കാലപ്പ് വർക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നോർമലായിട്ട് നമുക്ക് റൗണ്ടിൽ ചെയ്തെടുത്താലും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാറ്റേണിൽ വരുന്ന സ്കാലപ്പാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഈ ഒരു സ്കാലോപ്പിൻ്റെ പാറ്റേൺ ഞാൻ ലൈനിങ് പീസിലാണ് കേട്ടോ ആദ്യം വരച്ചെടുക്കുന്നത്. മറ്റേത് നമുക്ക് കയ്യിലൊതുങ്ങാത്തൊരു ക്ലോത്താണ്. അപ്പോൾ ലൈനിങ് പീസിൽ ഞാനിതുപോലെ ഫാബ്രിക് പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു സ്കാലോപ്പിൻ്റെ പാറ്റേൺ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ വരച്ചെടുത്തതിന് ഞാൻ ഒന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫാബ്രിക് പെൻസിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ക്രയോൺ ഫാബ്രിക് പെൻസിലാണ് കേട്ടോ. പെട്ടെന്നൊന്നും മായ്ഞ്ഞു പോവാതെ നമുക്ക് നല്ല ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാബ്രിക് പെൻസിലാണ് കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ തന്നെ അടുത്ത പീസിലും ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഫാബ്രിക് പെൻസിലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പെൻസിലിൻ്റെ മുന തീരുന്നതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ ആ ഒരു ഭാഗം ഇതുപോലെ നല്ല ഇതിൽ കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വരച്ചെടുക്കാനും ഈസിയാണ്. ഇത് ഒരു തരം ഒരു പേപ്പർ വെച്ചിട്ടാണ് ഇതിനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് വൈറ്റ് കളറിലാണ്. ഇതിൻ്റെ പല കളറുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ 2 സ്ലീവ്സിലും ഞാൻ ഈ ഒരു സ്കാലോപ്പിൻ്റെ പാറ്റേൺ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തിന് മുകളിലായിട്ട് ഇതുപോലെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ടാണ് ഈ ഒരു പാറ്റേൺ വരച്ചെടുത്തില്ലേ, അതും നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിൻ ചെയ്തെടുക്കുക കേട്ടോ. ഇത് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലോത്താണ്. അപ്പോൾ നമുക്ക് വഴുതി പോകാനും ഈ ഒരു പാറ്റേൺ നല്ല വൃത്തിയിലൊക്കെ കിട്ടാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇനി ആ പാറ്റേണിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ഒന്നാണ് ഈ ഒരു സ്കാലോപ്പ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇത് ഞാൻ നോർമലി ആ ഒരു നമ്മൾ മാർക്ക് ചെയ്തെടുത്തില്ലേ അതിലൂടെ ഒരു നോർമൽ സ്റ്റിച്ചായിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മളിതിനെ മറിച്ചിട്ടെടുക്കുമ്പോഴാണ് ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇതുപോലെ ഓരോ കോർണറിലും ഞാൻ ഇതുപോലെ വെച്ചിട്ട് അവിടെ നീഡിൽ വെച്ചിട്ട് പിന്നെ എടുത്ത് ഇങ്ങോട്ട് തിരിച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ ഉപകരിക്കും. അപ്പോൾ ഈ ഒരു പാറ്റേണിലൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മൾ കുത്തി വെച്ചിട്ടുള്ള ഈ നീഡിലൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു പാറ്റേൺ സ്റ്റിച്ച് ചെയ്തെടുത്തിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് ബാലൻസ് വന്നിട്ടുള്ള ഈ ഒരു പീസിനെയൊക്കെ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഒരു സ്റ്റിച്ചിലൊന്നും കൊള്ളാതെ തന്നെ നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ടെടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ ഒരു സ്കാലപ്പ് വർക്ക് ചെയ്തെടുത്തില്ലേ അതിൻ്റെ എല്ലാ കോർണറിലും
ഇതുപോലെ ചെറിയൊരു കട്ടും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ചിലൊന്നും കൊള്ളാതെ തന്നെ ആ ഒരു ഭാഗം കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറിച്ചിട്ടെടുക്കുമ്പോൾ ഒന്നും കൂടെ ഈസി ആവാൻ വേണ്ടിയിട്ടാണ്, പിരിച്ചിലൊന്നും ഇല്ലാതെ തന്നെ മറിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതുപോലെ ചെറിയൊരു കട്ടും കൂടെ ഞാൻ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മറിച്ചിട്ടെടുക്കുമ്പോൾ ആ ഒരു ഭാഗം നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോന്നും ഞാൻ ഇതുപോലെ ഒന്ന് വിരൽ വെച്ചിട്ട് തന്നെ ഒന്ന് തള്ളി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് ഭയങ്കര സ്മൂത്തായിട്ട് ക്ലോത്താണല്ലോ. അപ്പോൾ നമ്മൾ പിടിച്ചാൽ കിട്ടാത്തൊരു ടൈപ്പ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഡ്ജിലൂടെ ഒക്കെ നമുക്കൊന്നും കൂടെ ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓരോന്നും ഇങ്ങനെ പുറത്തേക്ക് എടുത്തതിന് ശേഷം മാത്രം കേട്ടോ പതിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത് അവിടെ നീങ്ങിപ്പോവാതെ നല്ല വൃത്തിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ 2 സ്ലീവ്സും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ, ഇതിപ്പോൾ നോർമൽ ഒരു സ്ലീവ്സിൻ്റെ ആ ഒരു പാറ്റേൺ അല്ല വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് ഞാനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നെക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് എന്നിട്ട് താഴേക്കൊരു 10 ഇഞ്ച് ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഫ്രണ്ടിലേക്കും ഇതേപോലെ തന്നെ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത ഈ ഒരു ഭാഗത്താണ് സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ ആം ഹോളുമായിട്ടല്ല കേട്ടോ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. ആം ഹോളിൻ്റെ ഒരു ഭാഗമൊക്കെ ഞാൻ 2ആയിട്ട് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ ഒരു സ്ലീവ്സ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 സൈഡിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ മാർക്ക് ചെയ്തെടുത്ത ഈ ഒരു ലൈനിലാണ് ഞാൻ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ഈ ഒരു ഷേപ്പിലാണല്ലോ നമ്മുടെ ഒരു സ്ലീവ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തയ്യൽ തുമ്പ് മടക്കിയിട്ട് ഇതുപോലെ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കും. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തയ്യൽ തുമ്പൊന്ന് മടക്കിയിട്ട് ഇതുപോലെ ആ ഒരു ലൈനിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. സ്റ്റിച്ച് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ കൈയൊക്കെ പൊന്തിക്കാനുള്ള ആ ഒരു ലൂസ് ഈ ഒരു സ്ലീവ്സിന് എന്തായാലും കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ മടക്കുമ്പോഴും ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ ഞാനിതുപോലെ ഉൾഭാഗത്തേക്കൊന്ന് മറിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഞാനിതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതിലൂടെ നമുക്ക് ഇതിനൊന്ന് മറിച്ചിട്ടെടുക്കാം. മറിച്ചിട്ടെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ലൈന് മാർക്ക് ചെയ്തതിലൂടെ ഇതിനങ്ങ് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പൊന്നും ഉള്ളിലേക്ക് കാണാതെ ഇതുപോലെ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ്സിനെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ചിട്ടൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ലേസും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ലീവ്സിൻ്റെ പാറ്റേൺ കാണുമ്പോൾ തന്നെ നമുക്കൊരു ബാറ്റിൻ്റെ ഒരു ഫീല് തോന്നുന്നില്ലേ? അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ബാറ്റ് സ്ലീവ്സ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.